ചാൾസ് വ്ളോഗ്സ് ഇന്ത്യയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിലെ കാലാവസ്ഥയെക്കുറിച്ച് നാട്ടിലേക്ക് ഒരു ചെറിയ അറിവുണ്ടായിരിക്കും. അതിശൈത്യമെന്ന് പറയാവുന്ന രീതിയിൽ തന്നെയുള്ള നല്ല തണുപ്പാണ്. ഞാൻ ഇന്ന് പുതിയൊരു വിഷയമാണ് രംഗത്ത് വരുന്നത്. നമ്മുടെ നാട്ടിൽ ഇത്രയധികം ഹൈവേ റോഡുകളുണ്ട്. അതിനിന്നിപ്പോൾ നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ പ്രത്യേകം പ്രശംസിച്ചേ പറ്റുള്ളൂ. അത്രയധികം നല്ല റോഡുകൾ, ബാംഗ്ലൂർ മൈസൂർ റോഡ്, അല്ലെങ്കിൽ ബാംഗ്ലൂർ കോയമ്പത്തൂർ വഴി പാലക്കാട്, കേരളത്തിൽ അങ്കമാലി മുതൽ പാലക്കാട് വരെ ഇങ്ങനെയുള്ള റോഡുകളിലാണ് ഇപ്പോൾ എനിക്ക് കൂടുതലും ഓടേണ്ടി വരുന്നത്. ഈ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു കഷ്ടപ്പാട്, എത്ര രൂപ ടോൾ കൊടുക്കണം. ബാംഗ്ലൂരിൽ നിന്ന് സേലം കോയമ്പത്തൂർ വഴി ഒന്ന് എറണാകുളത്തോ അങ്കമാലിയിലോ എത്തണമെങ്കിൽ ഏകദേശം 1000 രൂപ ടോൾ കൊടുക്കുന്നു. ടോൾ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ പോകുന്ന വാഹനങ്ങളുടെ, അതായത് ഞാൻ ഇന്ന് കാണിക്കുന്ന വീഡിയോകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഫാസ്റ്റ് ട്രാക്കിലാണ് ഏറ്റവും ഭാരം വഹിച്ച ഏറ്റവും വലിയ വാഹനങ്ങൾ പോകുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് അതിൻ്റെ ചെറിയതോ വലുതോ ആയ വാഹനങ്ങൾ. ഇടതുവശത്തെ റോഡിൽ ആരും ഉണ്ടാകില്ല. അപ്പോൾ നമ്മൾ ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഈ റോഡുകളിലൊക്കെ എഴുതിയിട്ടുണ്ട് ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യുന്നതിന് 1000 രൂപ ഫൈനാണെന്ന്. ധൈര്യപ്പെട്ട് ഓവർടേക്ക് ചെയ്യാൻ പറ്റുമോ? നാട്ടിലെത്തുമ്പോഴത്തേക്ക് ഏകദേശം ടോളിന് പുറമെ ഏകദേശം നമ്മൾ ഈ കൊടുക്കുന്ന ഓരോ വണ്ടിക്കും ഓരോ പ്രാവശ്യം ഓരോ ഓവർടേക്കിനും പൈസ പോവുകയാണെങ്കിൽ 10000 രൂപ പോരാ. പിന്നെ ഈ നിയമങ്ങളൊന്നും നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടാനായിട്ട് ഇടതുവശത്തൂടെയും ഓവർടേക്ക് ചെയ്ത് പോകേണ്ടി വരുന്നു. ഞാൻ പലപ്പോഴും അതിന് നിൽക്കാറില്ല. കാരണം ഞാൻ വിദേശത്തൊക്കെ വാഹനം ഓടിച്ച് പരിചയമുള്ളതുകൊണ്ട് ഓവർടേക്ക് ചെയ്യാനായി സൈഡ് കിട്ടുന്നതുവരെ നമ്മൾ സ്വയം നിയന്ത്രിച്ച് വീണ്ടും വലതു ഭാഗത്തോട് ഓവർടേക്ക് ചെയ്യുമ്പോൾ മാത്രമേ, ചെയ്യാൻ സാധ്യത വരുമ്പോൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അത്തരമൊരു വീഡിയോ ആണ് ഞാനിന്ന് നമ്മുടെ ചാൾസ് വ്ളോഗിൻ്റെ പുതിയൊരു പരിപാടിയായിട്ട് ഇന്ന് അവതരിപ്പിക്കുന്നത്. കാണുക. ഇതിന് പുറമെ ഈ ട്രാഫിക്കിനെ കുറിച്ച് മാത്രം, ഇതിൽ താല്പര്യമുള്ള ആൾക്കാർ കുറവാണ്. കിട്ടുന്നതിൽ എങ്ങനെയെങ്കിലും ഓടിച്ച് സമയത്ത് സ്ഥലത്ത് ചെന്ന് കാര്യം നടത്തുക എന്നുള്ളതല്ലാതെ നിയമം പാലിക്കാനായിട്ട് വണ്ടി ഓടിക്കുക എന്ന് വിചാരിക്കുന്നവരൊക്കെ ഇപ്പോൾ ഇന്ത്യയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉള്ളവരും ഉണ്ടാകാം. അങ്ങനെ ഉണ്ടെങ്കിൽ ചാൾസ് വ്ളോഗ് എന്ന പേരിൽ, ചാൾസ് വ്ളോഗ് ഹണി എന്ന പേരിൽ എൻ്റെ പഴയ ഒരു ചാനലുണ്ട്. അതിൽ ട്രാഫിക്കിനെ കുറിച്ച് മാത്രമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അത് താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഹൈവേകളിലെ ട്രാഫിക്കിനെ കുറിച്ചാണ്. ഈ ബോർഡിലേക്ക് ഒന്ന് നോക്കുക. ഇടതുവശം 80 കിലോമീറ്റർ ലോറികൾക്ക്, 100 കിലോമീറ്ററിൽ കാറും ബസ്സും രണ്ടാമത്തെ ട്രാക്ക്, അവസാനത്തെ ട്രാക്ക് ഒഴിച്ചിടുക, അതിനാണ് അടയാളം കൊടുത്തിരിക്കുന്നത്. അത് രണ്ടാമത്തെ ട്രാക്കിലോ മൂന്നാമത്തെ ട്രാക്കിലോ വരുന്നവർക്ക് ഓവർടേക്ക് ചെയ്യാനുള്ള വഴിയാണ്. ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ മാതിരി നോക്കുക. ഏറ്റവും ഭാരം കയറ്റിയ കണ്ടെയ്നർ ലോറിയാണ് ഫാസ്റ്റ് ട്രാക്കിൽ പോകുന്നത്. ഈ റോഡിൽ പല സ്ഥലത്തായിട്ട് ലോറികൾ ഏറ്റവും ഇടതുഭാഗത്ത്, അല്ലെങ്കിൽ സ്ലോ മൂവിങ് വെഹിക്കിൾ ഏറ്റവും ഇടതുഭാഗത്തൂടെയാണ് പോകേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആരും അത് ഇതുവരെ മനസ്സിലാക്കിയതായിട്ട് കാണുന്നില്ല. ഇപ്പോൾ നോക്കൂ, ഈ പോകുന്ന വാഹനം യഥാർത്ഥത്തിൽ വലത് സൈഡിൽ അദ്ദേഹത്തിന് ആ ലോറിയെ ഓവർടേക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. പക്ഷേ ഇടതുഭാഗത്തൂടെയാണ് ഓവർടേക്ക് ചെയ്തത്. ഈ ലോറിയും തെറ്റായിട്ടാണ് പോകുന്നത്. കാരണം നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു സൈൻ ബോർഡ് കാണാം, ട്രക്സ് കീപ്പ് ലെഫ്റ്റ്, ഏറ്റവും ഇടതുഭാഗത്ത് ചേർന്ന് പോകണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നോക്കുക, ഞാൻ ആ വണ്ടിയെ വലതുഭാഗത്തോട് ഓവർടേക്ക് ചെയ്തു. നമുക്ക് കൃത്യമായ അകലം പാലിച്ച് ഇൻഡിക്കേറ്റർ ഇട്ട് ഞാൻ അടുത്ത ലെഫ്റ്റിലേക്ക് അടുത്ത ട്രാക്കിൽ വന്നു. ഇനി വീണ്ടും നമ്മൾ ആ വണ്ടിയുടെ മുൻപിൽ കയറി അകലം പാലിച്ച് കൃത്യമായി നോക്കി ഇടതുവശത്തേക്ക് മാറുക. ഞാനത് മാറി. അപ്പോൾ നമ്മൾ ഇവിടെയൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ഈ ലോറിയെ ഓവർടേക്ക് ചെയ്ത് ഇടത്തോട്ട് മാറുമ്പം പിന്നിൽ കൂടെ വരുന്ന വണ്ടി നമ്മളുമായിട്ട് അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത്തരം എക്സ്പ്രസ് ഹൈവേകളിൽ. ഇപ്പോൾ നോക്കുക, ഈ പോകുന്ന ആൾ നിയമം പാലിക്കുന്നതാണോ അതോ അദ്ദേഹത്തിന് വലിയ അത്യാവശ്യം ഇല്ലാഞ്ഞിട്ടാണോ, ഏതായാലും അദ്ദേഹം പോകുന്നത് വളരെ കറക്റ്റാണ്. നമുക്കും ഇങ്ങനെ ഓടിക്കാവുന്നുള്ളൂ. ഈ റോഡ് വളരെ ഫ്രീ ആണ്. ഇതിപ്പോൾ 80-ലോ 100-ലോ ഈ റോഡിൽ പോകാം. നോക്കുക, ആ വാഹനത്തെ ഞാൻ വലത്തോട്ട് മാറി ഓവർടേക്ക് ചെയ്തു, വീണ്ടും ഇടത്തേക്ക് വന്നു. മറ്റൊരാൾക്കും നമ്മളെ കൊണ്ട് ശല്യമില്ല. നമ്മളൊരു 70-80 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നതെങ്കിൽ ഈ 100-ലും അതിൽ ഓടിക്കാം. ആ റോഡിൽ നമുക്ക് 100 കിലോമീറ്ററിൽ ഓടിക്കാം. അവിടെ ട്രാക്കിൽ ഇത്ര സ്പീഡിൽ ഓടണമെന്ന് നിയമം വെച്ചിട്ടില്ല. നോക്കൂ, ആ കാറ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇങ്ങോട്ട് വരാവുന്നേ ഉള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് കൃത്യമായിട്ട് ഇത്രയും നിയമങ്ങൾ പാലിച്ച് ഓടിക്കേണ്ട നിയമങ്ങളൊക്കെ അറിയാവുന്ന KSRTC പോകുന്നു. നോക്കൂ, കർണാടകയുടെ KSRTC ആണ്, ഫാസ്റ്റ് ട്രാക്കിലാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട്, ബസ് കാറുകൾ 100 കിലോമീറ്ററിൽ സ്പീഡിൽ പോകാം, സെൻട്രൽ ലൈൻ പിടിക്കാം. ട്രക്കുകൾക്ക് ലെഫ്റ്റ്, ഫാസ്റ്റായിട്ട് പോകുന്ന വാഹനങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യാനായിട്ടാണ് വലത്തെ ഫാസ്റ്റ് ട്രാക്ക് ഉപയോഗിക്കേണ്ടത്. ആ ട്രാക്കിലാണ് ഈ ബസ് കിലോമീറ്ററുകളോളം ഓടുന്നത്. ഇത് ബാംഗ്ലൂരിൽ നിന്ന് വിട്ടാൽ മൈസൂർ വരെ ഇങ്ങനെ പോകുള്ളൂ. കാരണം ഇവർക്ക് ഇതിനെക്കുറിച്ച് ഇന്ന് വരെയായിട്ടും യാതൊരു അറിവുമില്ല.